ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഗുൽമർഗിലേക്കുള്ള യാത്രയിലാണ്. ഗുൽമർഗിലെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേൾഡ് ലാർജസ്റ്റ് കേബിൾ കാർ സെക്കൻഡാണ്. ഗൊണ്ടോള കേബിൾ കാർ റൈഡ് അവിടത്തേക്കുള്ള യാത്രയിലാണ്. ഇപ്പം -2 ഡിഗ്രിയിലാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ പല ആൾക്കാരും ചിലപ്പോൾ പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇന്നലെ. പക്ഷേ റോഡിലെവിടെയും സ്നോ ഒന്നുമില്ല. റോഡിൻ്റെ ഇരുവശത്തും നല്ല രീതിയിൽ സ്നോ കാണാൻ പറ്റും. നല്ല രീതിയിലുള്ളൊരു ഭംഗിയാണ് നമുക്ക് തരുന്നത് കണ്ണിൽ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ മസ്റ്റായിട്ട് ഡിസംബർ ജനുവരി മാസം തന്നെ വരണം. നാട്ടിൽ നിന്ന് പല ആൾക്കാർ നെഗറ്റീവ് അടിച്ചു ഈ മാസം പോകണ്ടെന്നുള്ള രീതിയിൽ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ഡിസംബർ ജനുവരി മാസം തന്നെ വരണം. കാണുന്നില്ലേ നിങ്ങൾ ഈ ഒരു ഭംഗി കാണുന്നില്ലേ? ആ ഒരു വീടിൻ്റെ മുകളിലുള്ള ഭംഗി കരച്ചിൽ അത്ര മനോഹരം. ആ ഒരു സ്നോ കൊണ്ട് ആ വീട് കാണുമ്പോഴുള്ളൊരു ഭംഗി കണ്ട മുകളിലെല്ലാം ഒരു പെയിൻ്റ് അടിച്ചാൽ പോലും അത്രയും ഭംഗി തോന്നിക്കില്ല. പക്ഷേ അവിടെ നിൽക്കുന്ന ആൾക്കാരെ അവസ്ഥ അത്ര ഭംഗിയായിരിക്കില്ല, നല്ല ബുദ്ധിമുട്ടായിരിക്കാം. നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ. പക്ഷേ നല്ല അടിപൊളി കാഴ്ചകളാണ് ഓരോ യാത്രയിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നൊരു 2 hours റണ്ണിങ് ഉണ്ട്. അതായത് 50 കിലോമീറ്ററിൻ്റെ യാത്രയാണ് ഇവിടുന്ന് കാണിക്കുന്നത് ഗൂഗിളിൽ. നമ്മളെ കൂടെ ഒരു ഫാമിലിയും കൂടിയുണ്ട്. ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. കുട്ടിയെല്ലാം എന്നെക്കാട്ടും എനർജറ്റിക്കാണ്. അവൾക്കും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഗുൽമർഗിൻ്റെ ഏകദേശം അടുത്തെത്താറായി. ഒരു 2 hours റൺ ചെയ്ത് നമ്മൾ അറിഞ്ഞിട്ട് പോലില്ല. കാരണം അത്രയും കാഴ്ചകളാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. അത്രയും മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ വെൽക്കം ടു ഗുൽമർഗ് എന്നുള്ള രീതിയിൽ ബോർഡെല്ലാം വന്നു. എൻട്രി എത്താറായിട്ടുണ്ട്. എൻട്രി പോസ്റ്റിലേക്ക് നമ്മളെത്തി. വെൽക്കം ടു മുനിസിപ്പൽ ഏരിയ ഗുൽമർഗ് എന്നുള്ള രീതിയിൽ ബോർഡെല്ലാം. ഇവിടുന്ന് മുകളിലേക്ക് നമ്മളെ വണ്ടി പോവില്ല. നമ്മൾ വന്നത് ട്രാവലറാണ്. ഇവിടുന്ന് മുകളിലേക്ക് നമ്മളെ ചെയിനിട്ട വണ്ടിയിലേക്ക് കടത്തി വിടും. കാരണം അവിടെ പോലീസുകാരെല്ലാം തടയുന്നുണ്ട്. കാരണം ഇവിടെ മുകളിലേക്ക് പോകണമെങ്കിൽ ചെയിനിട്ട വണ്ടി അല്ലാണ്ട് അവർ എൻ്റർ ചെയ്യില്ല പോലീസുകാർ. കൂടുതലും പോലീസുകാരും പട്ടാളക്കാരും എല്ലാം താഴെയുണ്ട്. ഇവിടെ സേഫ്റ്റി കുറച്ച് വേണ്ട ഒരു ഏരിയയും കൂടി ആയതുകൊണ്ട് ചെയിനിട്ട വണ്ടി നമ്മളൊരു 2 കിലോമീറ്ററോളം റൺ ചെയ്യുമെന്ന് അവിടെ നിന്ന് പറഞ്ഞിരുന്നു ഡ്രൈവർ. കാരണം പോലീസുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയിനിട്ട വണ്ടി മൂവ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ സ്നോ കാര്യങ്ങളോ റോഡിലില്ല. അപ്പോൾ നമ്മളൊരു 10-12 കിലോമീറ്ററോളം മുകളിലോട്ട് കയറണം. അപ്പോൾ അത്രയും കിലോമീറ്റർ അവർക്ക് റൈഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമാണ്. കാരണം അതിന് മൈലേജോ കാര്യങ്ങളോ കിട്ടില്ല. അത്ര രീതിയിലെ ഭംഗിയാണ്. ചെയിൻ ഇപ്പോൾ കഴിച്ചു. പുള്ളി റോഡ് സൈഡാക്കിയിട്ട് ചെയിൻ കഴിച്ചിട്ടു. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യുന്നത്, ചെയിൻ കഴിച്ചിട്ട്. ഇവിടെ ചെറിയൊരു ഇതുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ഒരു ചാർജ് വാങ്ങുന്നുണ്ട് ഡ്രൈവറിൽ നിന്ന്. ആ ചാർജ് കൊടുത്തിട്ട് മൂവ് ചെയ്യുന്നതാണ്. ആ പൈസ ഇൻക്ലൂഡഡാണ് വരുന്നത്. ടാറ്റ സുമോയാണ് വിളിച്ചത്. ഒരു 7 ആൾക്കാരുടെ വണ്ടിയാണ്. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് ആൾക്കാർ കിട്ടി. അപ്പോൾ അവരും കൂടെ നമ്മളെ കൂടെ ഉണ്ട്. കാരണം ഒരാൾക്ക് 300 റുപ്യ ചാർജ് വരുന്നുള്ളൂ 7 ആളുണ്ടാകുമ്പോൾ. അപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 10-12 കിലോമീറ്ററോളം മുകളിലോട്ട് പോയുണ്ട്. അതായത് എന്താ പറയണ്ടേ, എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളോട് പറയാന്ന് വെച്ചാൽ, നിങ്ങളെന്തായാലും ഇവിടെ വന്നാൽ ഈ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡായാലും രണ്ടും ഒന്നിനൊന്നിന് മെച്ചാണ്. കാരണം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ വന്ന ഫാമിലിയിലുള്ള കുട്ടിയായാലും ഒരു ജാക്കറ്റോ ഒരു കയ്യോറിയോ പല രീതിയിലും പല സമയത്തും അയച്ചിട്ടില്ല ഉള്ളത്. അവൾ അത്രയും ആസ്വദിക്കുന്നതാണ്. അവൾക്കായാൽ പോലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല ആ ക്ലൈമറ്റിൽ. ഞാനായാലും ഗ്ലൗസ് പല രീതിയിലും, ഗ്ലൗസ് ആയാലും ജാക്കറ്റായാലും പല സ്ഥലത്തുനിന്ന് കഴിച്ച് ആ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കുന്നതാണ്. വൈഫ് ഫുൾ മൂടിയ അവസ്ഥയിലാണ് ഉള്ളത്. ജാക്കറ്റായാലും പിന്നെ അതുപോലെ തന്നെ ക്യാപ്പായാലും കാര്യങ്ങൾ ഇട്ടിട്ട്. ഞാൻ ക്യാപ്പ് മാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ചെറിയൊരു രാവിലെ ഒരു 5 മണിക്ക് എണീറ്റിട്ട് ഒന്ന് പുറത്ത് വന്നാൽ എല്ലാവരും പറയും മഞ്ഞ് വന്ന് കൊണ്ടാൽ പനി പിടിക്കും കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു 5-6 ദിവസമായി ഈ ഒരു ക്ലൈമറ്റിൽ. നമുക്ക് ഇതുവരെ ഒരു ഇഷ്യൂവോ കാര്യങ്ങളോ ഉണ്ടായില്ല. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ വന്നാൽ ഈ ഒരു ഡിസംബർ ജനുവരി മാസം തന്നെ വരണം. ബാക്കി നവംബറിലാണെങ്കിൽ ആപ്പിൾ തോട്ടമോ കാര്യങ്ങളോ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു സ്നോൻ്റെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഈ ഡിസംബർ ജനുവരി തന്നെ വരണം. പിന്നെ അതുപോലെ തന്നെ കേബിൾ കാറിൻ്റെ നമ്മൾ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തിട്ടാണ് വന്നത് 1 മാസം മുമ്പേ. അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ വരുന്നതിന് മുമ്പ് കേബിൾ കാർ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ.
കരച്ചിൽ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസ് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ബുക്ക് ചെയ്യണം. പിന്നെ ഇതാ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഗുൽമർഗ് ഗൊണ്ടോള കേബിൾ കാറിലേക്കുള്ള എൻട്രി പോയിൻ്റാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കിയാലും പട്ടാളക്കാർ നല്ല രീതിയിൽ പട്ടാളക്കാരുണ്ട്. കാരണം ഇവർ സേഫ്റ്റീൻ്റെ നമ്മളെ ഇന്ത്യൻ്റെ സേഫ്റ്റീൻ്റെ കാര്യത്താൽ അത്രയും പട്ടാളക്കാർ ഈ ഒരു ഏരിയയിലുണ്ടാവും. നമ്മളെ കേബിൾ കാറിൻ്റെ ഫസ്റ്റ് ഫേസിലേക്ക് നമുക്ക് ചാർജ് വരുന്നത് 810 സെക്കൻഡ് ഫേസിന് ചാർജ് വരുന്നത് 1010. അപ്പോൾ ചില ആൾക്കാർ പറയും ഫസ്റ്റ് ഫേസ് മാത്രം കണ്ടാൽ മതി. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പല ആൾക്കാർ ഇവിടെ വന്ന ആൾക്കാർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ സെക്കൻഡ് ഫേസ് മസ്റ്റായിട്ട് ബുക്ക് ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗേറ്റ് കവാടത്തിൽ കവർ ചെയ്തു. നമ്മളിത് ഉള്ളിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടിക്കറ്റ് കാണിക്കണ്ട, നമ്മൾ ഉള്ളിലെത്തിയാലേ ടിക്കറ്റ് കാണിക്കണ്ടു. അപ്പോൾ ഇതാണ് കേബിൾ കാറിൻ്റെ ഒരു എൻട്രി പോയിൻ്റ്, ആ ഒരു കവാടം വരുന്നത്. അപ്പോൾ അതിമനോഹരമായ കാഴ്ച. ആ ഒരു ബിൽഡിംഗ് ആയാൽ പോലും അത്രയും മനോഹരം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ താഴെ നിന്ന് ജാക്കറ്റും അതുപോലെ തന്നെ ഷൂസും നമ്മൾ റെൻറ്റിനെടുത്തു. ഇവിടെ ഒരു ജാക്കറ്റും ഷൂസിനും 200 വരുന്നത്. ഒരു ജാക്കറ്റിന് 100, പിന്നെ അതുപോലെ തന്നെ ബൂട്ടിന് 100, അങ്ങനെ ഒരാൾക്ക് 200 വരുന്നത്. ബാർഗെയിൻ ചെയ്യണം. അതിൻ്റെതായ ആ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കേബിൾ കാറിൻ്റെ ഫസ്റ്റ് ഫേസിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇതിപ്പോൾ വരുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 8700 അടിയോളം ഉയരത്തിലാണ് വരുന്നത് ഫസ്റ്റ് ഫേസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസിലേക്ക് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു അടി ഉയരത്തിലാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് ഫേസിലേക്ക് നമുക്കൊരു 8-9 മിനിറ്റ് ഉണ്ട്. ഒരു 10,000 അടിയോളം ഉയരത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് ചെരിഞ്ഞിട്ടുള്ളൊരു രീതിയിലാണ് കേബിൾ കാർ പോകുന്നത്. കുത്തനെയല്ല, ചെരിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. അത്ര മനോഹരം. ഇവിടെ നോക്കിയാലും അത് കാണുന്നില്ലേ, ഓരോ കേബിൾ കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ മുമ്പിലോട്ടെ. അപ്പോൾ ആ കാഴ്ച അതിമനോഹരം. ഇവിടെ പല ആൾക്കാരും ട്രക്കിങ്ങും എടുക്കുന്നുണ്ട്. അതായത് കേബിൾ കാർ അല്ലാണ്ട് നമുക്ക് നടന്നിട്ടും ഇതിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കൊന്നും ഇതുവരെ ഫാമിലിയും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും അത് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കാണുന്നില്ലേ, ഒരു ചെറിയ വീട് പോലെ. ഇവിടെ ഒന്നും ആരും താമസമൊന്നുമില്ല ഈ സമയത്ത്. ഈ സമയത്ത് തന്നെ ക്ലൈമറ്റ് അത്രയ്ക്ക് ഇതായതുകൊണ്ട് മൊത്തം മാറിഞ്ഞിട്ടാണ് ഉള്ളത്, വീടടക്കം. അത്രയ്ക്ക് സ്നോ ഉണ്ടാവും ഇവിടെ ഒന്നും. ആ സമയത്ത് നമുക്ക് താമസിക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ വന്ന ഫാമിലിയാണ്. അവർ 2 പേരുണ്ട്, അവരെ കുട്ടിയുണ്ട്. കുട്ടി നല്ല രീതിയിൽ ആസ്വദിക്കുന്ന കേബിൾ കാറിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് നമ്മൾ ഫസ്റ്റ് ഫേസിൽ എത്തിയിരിക്കുകയാണ്. 8-9 മിനിറ്റ് യാത്രയുണ്ടായിരുന്നു ഫസ്റ്റ് ഫേസിലേക്ക്. അതായത് ഒരു 10,000 അടി മുകളിൽ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ ഫസ്റ്റ് ഫേസിന് പറയുന്നത് കൊണ്ടോരി മൗണ്ടൻ സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അത്ര മനോഹരമാണ് കാഴ്ചകൾ. നമ്മളിപ്പോൾ നടക്കുമ്പോൾ ആയാലും നമുക്ക് ഇവിടെ സ്ലിപ്പെല്ലാം ആകുന്നുണ്ട്, ബൂട്ടുണ്ടെങ്കിലേ നടക്കൂ. ഇവിടെ ഓരോ ഇതിൻ്റെ എന്താ പറയണ്ടേ, വേൾഡ് ഹയസ്റ്റ് കൗണ്ടൈൻ കേബിൾ കാർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 13,400 ഫീറ്റാണ് അടി ഉയരം. നമ്മൾ അടുത്ത സെക്കൻഡ് ഫേസിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ഫസ്റ്റ് ഫേസിൽ അധികം ചിലവാക്കാൻ നിന്നില്ല, താഴോട്ടേക്ക് വരുമ്പം ഒന്നും കൂടി ഇറങ്ങാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് കയറി. അവിടെ നിന്ന് തന്നെ നമ്മൾ ഇറങ്ങിയ സ്പോട്ടിൽ നിന്ന് തന്നെ സെക്കൻഡ് ഫേസിലേക്ക് കയറി. ഈ സെക്കൻഡ് ഫേസിലേക്കുള്ള യാത്ര കുത്തനെയുള്ള ഒരു യാത്രയാണ്. വെച്ചാൽ വീണ്ടും ഉയരത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ നേരത്തെ വന്ന ഫസ്റ്റ് ഫേസ് പോലെയല്ല, അതായത് കുത്തനെയുള്ളൊരു കയറ്റാണ്. അതുപോലെ സെക്കൻഡ് ഫേസിന് അപർവത്ത് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് പേര്. അതായത് നമ്മളൊരു 7-8 മിനിറ്റ് യാത്രയുണ്ട്. 1500 അടി ഓളം നമ്മൾ ഉയരത്തിലേക്കാണ് പോകുന്നത്. സോറി, 1500 അല്ല, 2000 അടി. അത്ര മനോഹരമാണ് കാഴ്ചകൾ ഓരോ ഏരിയയിൽ. ഞാനിത് ഓരോ ഏരിയയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതാ റൗണ്ട് നോക്കണം. പല ആൾക്കാരും കയറി വരുന്ന കാണാം. നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റില്ല. അവിടെ പല ആൾക്കാരും കയറി വരുന്നുണ്ട് ട്രക്കിംഗ് ആയിട്ട്. നമ്മളിപ്പം ഫസ്റ്റ് ഫേസിൽ കാണുമ്പം -4 ഇനി സെക്കൻഡ് ഫേസിൽ ഇപ്പം എനിക്ക് കാണിക്കുന്നത് -8 കാണിക്കുന്നത് സെക്കൻഡ് ഫേസിലേക്ക് എത്താനാകുമ്പോൾ. അപ്പോൾ ഇനി കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയാൽ അതിൻ്റെ ക്ലൈമറ്റ് എന്താണെന്ന് ആസ്വദിച്ച് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ എത്തിയിട്ടാണ്. അടിപൊളി വ്യൂ ആണ്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും, രക്ഷയില്ല. നല്ല കാറ്റാണ് ഇവിടെ വരുന്നത്. ശ്വാസത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ലൈഫിൽ. നല്ല തണുത്ത കാറ്റ്. പിന്നെ എന്തായാലും വ്യൂ അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്?
എന്തായാലും ഫേസ് 1 എടുക്കാനാണ് എല്ലാവരും പറഞ്ഞത്. ഫേസ് 2 എടുക്കണ്ട, താങ്ങില്ല. പക്ഷേ നിങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഫേസ് 2 എടുക്കുക. ഫേസ് 2 ഇല്ലെങ്കിൽ വളരെ വളരെ നഷ്ടമാണ്. എന്തായാലും ഫേസ് 2 വരുന്നവരെല്ലാവരും ഫേസ് 2 ആഡ് ചെയ്യണം എന്തായാലും. അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ഫേസ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് ഫേസും എടുക്കുക. ഓക്കെ, എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക കാശ്മീർ ഗുൽമർഗ്. ഓക്കെ, നിങ്ങൾ ഡ്രങ്കിലേക്ക് പോകണമെന്ന് നോക്കുന്നുണ്ട്, നടക്കുമെന്ന് അറിയില്ല. കാര്യം ക്ലൈമറ്റ് അത്ര ഒരു വിധത്തിലും രക്ഷയില്ല. സെക്കൻഡ് ഫേസ് നമ്മൾ എങ്ങനെല്ലാം ഇറങ്ങിയാണ്. കാര്യം അവിടെ ഒരു വിധത്തിൽ നമുക്ക് ഫ്രീസായി പോകുന്നു. കാര്യം അവിടെ പട്ടാളക്കാരുടെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരാൾക്കും അവിടെ ഇറങ്ങിയിട്ടൊരു 5 മിനിറ്റ്സിൽ കൂടുതൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസെല്ലാം എടുത്തു. വൈഫും ഒക്കെയല്ല. പിന്നെ എന്താ പറയണ്ടേ, അമേസിങ് പ്ലേസ്, മസ്റ്റ് വിസിറ്റ്. എല്ലാവരും മസ്റ്റായിട്ട് സെക്കൻഡ് ഫേസിൽ എന്തായാലും വരണം. കാര്യം 5 മിനിറ്റ് അതിന് ചാർജ് വരുന്നുണ്ട്. 1200 മേ ബി വരുന്നുണ്ട്. പക്ഷെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. ഓക്കെ, നമ്മളിപ്പോൾ താഴോട്ടേക്ക് സെക്കൻഡ് ഫേസിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നതാണ്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് ഫേസിൻ്റെ അവസ്ഥ ചേഞ്ച് വെച്ചിട്ട് ഗ്ലൗസ് കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടിരുന്നു. അവിടെ വലിയ തണുപ്പോ കാര്യങ്ങളോ ഉണ്ടായില്ല. പക്ഷേ സെക്കൻഡ് ഫേസിൽ -10 ആയിട്ട് നോക്കുമ്പോൾ നമ്മളെ കൈ വരെ മരവിച്ച് പോയി. നമ്മൾ ഗ്ലൗസ് എല്ലാം പെട്ടെന്ന് ഇടേണ്ടി വന്നു. അത്രയധികം തണുപ്പായിരുന്നു. പിന്നെ വൈഫിനെ കുറച്ച് ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ തണുപ്പിൽ. പക്ഷേ അടിപൊളി ക്ലൈമറ്റ്, അത് ആസ്വദിക്കേണ്ട ഇത് തന്നെയാണ്. പക്ഷേ ഒരു 15 മിനിറ്റിൽ കൂടുതൽ നമുക്ക് നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് കണ്ട ഈ ഒരു കേബിൾ കാറ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് വെച്ചാൽ അപകടങ്ങൾ ഉണ്ടായിട്ട് നോക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് തൽക്കാലത്തേക്ക്. അങ്ങനെ താഴെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടുത്തെ ഗാർഡ്സ്. പിന്നെ ഇവിടുത്തെ പട്ടാളക്കാരെ സമ്മതിക്കണം. കാര്യം അവർക്കൊരു ബിഗ് സല്യൂട്ട്. കാര്യം ഈ ഒരു ക്ലൈമറ്റിൽ അവരെന്ത് ട്രെയിനിങ് കഴിഞ്ഞെന്ന് പറഞ്ഞാലും ആസ് എ കോമൺ മാനാണ്. ഒരു -10 നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പം രാത്രിയിലാകുമ്പോൾ -16 ചിലപ്പോൾ വരാം. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ അവർ നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, നമ്മളെ നാടിന് വേണ്ടിയിട്ട് അവർ നിൽക്കുന്നവർക്ക് ബിഗ് സല്യൂട്ട്. പിന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫേസിലെത്തി. ഇവിടെ നമ്മൾ കുറച്ച് എന്താ പറയുക, സ്നോയെല്ലാം വാരി എറിയാന്നുള്ള രീതിയിൽ മുഖത്തേക്കെല്ലാം നല്ല രീതിയിൽ ഒന്ന് സ്നോ വലിച്ചെറിഞ്ഞ് ആസ്വദിച്ചു. കുറച്ച് നേരം ഞാനും ഒന്ന് ഇറങ്ങി ആ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തു. അടിപൊളിയാണ്. ഐസ് വരുമ്പോൾ ഒന്നും വലിയ രീതിയിൽ തണുപ്പില്ല. ഗ്ലൗസ് ഇട്ടാൽ ഓക്കെയാണ്. ഞാൻ ഗ്ലൗസ് കഴിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പക്ഷെ കുറച്ച് നേരം പിടിച്ചെന്നാൽ ഫ്രീസ് ആകുന്ന പോലെ ഉണ്ട്. അതുണ്ടാവുമല്ലോ കൂടുതലായാലും. നമ്മൾ തണുപ്പിലധികം ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കൈ ഫ്രീസ് ആവില്ലേ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ താഴോട്ടേക്ക് ഫസ്റ്റ് ഫേസും കഴിഞ്ഞ് താഴോട്ടേക്ക് പോവുകയാണ്. എത്രമാത്രം ഭംഗിയല്ലേ നമ്മളെ ഈ പ്രകൃതി നമുക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അത്രയധികം ഭംഗി ഓരോ കാഴ്ചകളും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു യാത്ര ചെയ്യണം. എൻ്റെ കയ്യിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടായിട്ടൊന്നല്ല ഞാൻ യാത്ര ചെയ്യുന്നത്. പറ്റുന്ന രീതിയിൽ നമ്മൾ മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ നമ്മൾ കുറച്ച് സേവിങ്സ് മാറ്റി വെക്കുക, ഒരു യാത്ര ചെയ്യുക. നമ്മളെ മനസ്സായാലും കുറച്ച് റിലാക്സ് കിട്ടും. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പല ആൾക്കാരോടും നമ്മൾ പറഞ്ഞിരുന്നു യാത്ര പോകുന്നത്. അപ്പോൾ അവരെല്ലാം നമുക്ക് നെഗറ്റീവ് ടോക്കാണ് ഉണ്ടായത്. ഈ സമയത്ത് ക്ലൈമറ്റ് മോശമായിരിക്കും, ഈ സമയത്ത് പോകണ്ട എന്നൊക്കെ. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ആരോടും യാത്ര പോകുന്നത് പറയാതിരിക്കുക. അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം പറയുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു യാത്ര പോകുമ്പോൾ ആരോടും പറയാതെ പോകുന്നതാണ് ഉചിതം. കാര്യം എൻ്റെ വൈഫിനായാലും കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ കാശ്മീർ തന്നെ വരിക.